നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ, നിങ്ങളുടെ മക്കളുടെ സുഹൃത്തുക്കൾക്കിടയിൽ, നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയത്തിനടുത്ത് MDMA അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ആളുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തീർച്ചയായിട്ടും ഇതൊരു സാങ്കല്പിക കഥയല്ല കേട്ടോ. ഇന്ന് കേരളം നേരിടുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി MDMAയും മറ്റ് ലഹരി വസ്തുക്കൾക്കും എതിരായി നടന്നുകൊണ്ടിരിക്കുന്ന തുടർച്ചയായ വേട്ടകൾ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാക്കറ്റുകളാക്കുന്നതിനിടെ കയ്യോടെ പൊക്കി പോലീസ് 1000 രൂപയുടെ പാക്കറ്റുകളാക്കി വിൽപ്പന നടത്തുന്ന 2 സംഘമാണ് പിടിയിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും 2 യുവാക്കളും രാസലഹരിയുമായി പിടിയിലായി. കൽപ്പകഞ്ചേരി പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ കടത്തുകയായിരുന്ന 1.24 ഗ്രാം MDMAയുമായാണ് ഇവർ പിടിയിലായത്. ആനാളൂരിൽ പിടിയിലായ അന്താരാഷ്ട്ര മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണി തേക്കുംകാട്ടിൽ അബ്ദുൽ മജീദിനെ ജയിലിൽ അടച്ചു. ഉറക്കം വരാതിരിക്കാൻ MDMA ഉപയോഗിച്ച് ജോലി ചെയ്യുമായിരുന്നുവെന്ന് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ തൈക്കാട് സ്വദേശിനി വിദ്യ. ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പ്രത്യേക അന്വേഷണങ്ങളിൽ പുറത്തുവരുന്ന വാർത്തകൾ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതിലെല്ലാം പൊതുവായ ഒരു കാര്യം വരുന്നുണ്ട്. അതെ, ലഹരി ഇപ്പോൾ തെരുവോരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കണ്ണികളാണ് ഈ ലഹരിയുടെ ഭാഗങ്ങളായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാർ, ടീച്ചർമാർ, IT പ്രൊഫഷണലിസ്റ്റുകൾ, എന്തിന് പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ വരെ ഈ ചെങ്ങലയിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്, കേരളത്തിൽ ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണോ, അതോ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ മുഖങ്ങൾ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്? എന്റെ പ്രൊഫൈലിലൂടെ ഞാൻ നോക്കി കാണുമ്പോൾ, ആസ് എ ജേർണലിസ്റ്റ്, ക്രിമിനോളജിസ്റ്റ്, റൈറ്റർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, ലഹരി ഒരാളുടെ മാത്രം പ്രശ്നമാണോ? അതൊരു കുടുംബത്തെ തകർക്കും, ഒരു സമൂഹത്തെ നിശ്ചലമാക്കും, ഒരു തലമുറയുടെ ഭാവിയെ കവർന്നെടുക്കും. അതെ, ഇന്ന് ലഹരി വെറും ഒരു കുറ്റകൃത്യം മാത്രമല്ല, ഒരു സംഘടിത ബിസിനസ് ആയിട്ടും കൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളിടത്ത് വിതരണം എത്തിക്കുന്ന, പുതിയ ഉപഭോക്താക്കളെ സൃഷ്ടിക്കുന്ന ഒരു വൻ ബിസിനസ് ശൃംഖലയായിട്ട് ഈ ഒരു സംഭവം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെ ഞാനടക്കമുള്ള നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം, ഈ ഒരു പോരാട്ടം പോലീസിന്റെയോ എക്സൈസിന്റെയോ മാത്രം ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണോ? അല്ലേ അല്ല. ഓരോ മാതാപിതാക്കളുടെയും, ഓരോ അധ്യാപകരുടെയും, ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. നമുക്ക് ചുറ്റിലും റീച്ചിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന ക്യാമറ കണ്ണുകൾ, ജീവനുള്ള ക്യാമറ കണ്ണുകൾ നിരവധിയാണ്. എന്നാൽ ഈ ക്യാമറ കണ്ണുകളെല്ലാം സമൂഹത്തിന് ഉപകാരമാകുന്ന ഇത്തരം വാർത്തകളിലേക്കും കൂടെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഒരു പരിധിവരെ ഇതെല്ലാം തടയാനാവുമെന്നാണ് എന്റെ വിശ്വാസം. ഇനി റെറ്റിന മീഡിയയുടെ ക്യാമറ കണ്ണുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ പരസ്യമായി എന്നാൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഇതുപോലെയുള്ള ചങ്ങലക്കണ്ണികൾ ഒരുപാടുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഭാവി തകർക്കുന്ന ഇത്തരം ശൃംഖലകളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് റെറ്റിന യാത്ര ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. അതെ, നമുക്ക് ചുറ്റിലുമുള്ള ചില മുഖങ്ങൾ ഈ ഒരു ശൃംഖലയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണെന്ന് നമുക്ക് അറിവുണ്ടാവും. എന്നാൽ അത് പുറത്തു പറഞ്ഞാൽ ഉണ്ടാകുന്ന പരിണത ഫലമോർത്ത് നമ്മൾ എന്ത് ചെയ്യും? മൗനമായിട്ട് നിൽക്കും, കണ്ണടയ്ക്കും, തെറ്റിനെതിരെ നമ്മൾ കണ്ണടച്ച് കാണിക്കും. തീർച്ചയായും ഈ ലഹരി ശൃംഖലകളുടെ പിന്നിലെ യഥാർത്ഥ മുഖങ്ങൾ, അവരുടെ പ്രവർത്തന രീതികൾ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന് മുന്നിൽ ഇതെത്തിക്കാൻ റെറ്റിന മീഡിയയുടെ പ്രത്യേക അന്വേഷണാത്മകമായ ഒരു റിപ്പോർട്ടിങ്ങിന് ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ലഹരിക്കെതിരെയുള്ള പോരാട്ടം കേവലം വാർത്തകൾ കൊണ്ട് മാത്രം ഒതുക്കാനുള്ളതല്ല. സത്യം സമൂഹത്തിന് മുന്നിൽ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. ലഹരി മാഫിയയുടെ മറവിൽ സമൂഹത്തിനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് നേരെ കാണിക്കാൻ ഞങ്ങൾ എടുക്കുന്ന ഈ ശ്രമത്തിനെതിരെ നിരവധി വെല്ലുവിളികളും പ്രതിസന്ധികളും ഭീഷണികളും ഉണ്ടാകും എന്നറിയാം. എങ്കിലും സത്യത്തെ എക്കാലവും മറച്ചുവെക്കാൻ ആർക്കും സാധിക്കില്ല. യഥാർത്ഥ മുഖങ്ങൾ ആളുകൾക്ക് മുമ്പിൽ തെളിയുക തന്നെ ചെയ്യും. അതെ, we are ready to sign the truth. Thank you.